ഓൾ റൈറ്റ്, ഇതെൻ്റെ സെറോദയുടെ അക്കൗണ്ടാണ്. അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് August 31 ആണ്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ട്രേഡിംഗ് പെർഫോമൻസ് ഓഫ് ദി ലാസ്റ്റ് മന്ത്. അപ്പോൾ ഈ മാസത്തെ ട്രേഡിംഗ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ് ഞാൻ കൂടുതൽ ട്രേഡ്സ് എടുത്തിട്ടുള്ളത്. August 1 മുതൽ 31 വരെയുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓൾമോസ്റ്റ് എനിക്ക് 18 ട്രേഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 ട്രേഡ് മാത്രമേ എനിക്ക് ലോസിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ഒന്ന് ബ്രേക്ക് ഈവണിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ 18 ട്രേഡിൽ 2 ട്രേഡ് ലോസ് എന്ന് പറയുന്നത് ഫെയർലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കൗണ്ടാണ്. ഓക്കെ, എനിവേ ഞാനിതൊന്ന് റിഫ്രഷ് ചെയ്ത് കാണിക്കാം. അതിന് ശേഷം നമുക്ക് പ്രീവിയസ് മന്ത് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഏപ്രിൽ ആൻഡ് ജൂൺ മന്ത് സെലക്ട് ചെയ്യാണ്. ഏപ്രിൽ ആൻഡ് ജൂൺ മന്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ 2 ലോസ് ഉണ്ടായിട്ടുള്ളൂ. ജൂൺ മന്തിൽ എനിക്ക് പ്രത്യേകിച്ച് ലോസസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി ജൂൺ മന്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ മന്തിലും എനിക്ക് പ്രത്യേകിച്ച് ലോസസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വിച്ച് മീൻസ് ഓൾമോസ്റ്റ് 32 ട്രേഡ്സിൽ എനിക്ക് 2 ട്രേഡ് മാത്രമേ ലോസിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 2 മാസത്തിൻ്റെ ഇടയിൽ ആകെ 2 ലോസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 മാസത്തിൻ്റെ ഇടയിൽ 2 ലോസസ് എന്ന് പറയുന്നത് വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്കിൽ സെറ്റുള്ള ട്രേഡേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, എനിവേ ഇഫ് യു ഹാവ് എനി എൻക്വയറി അബൌട്ട് ദീസ് ട്രേഡ്സ് പ്ലീസ് DM. ഓക്കെ, ഞാൻ ഈ ചെയ്യുന്ന ട്രേഡ്സ് നിങ്ങൾക്ക് ലൈവായിട്ട് കൂടെ എടുക്കണമെന്നുണ്ടെങ്കിലും ആ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിലും അതിനുള്ള സൗകര്യം ട്രെയിനിങ് ചെയ്യാവുന്നതാണ്.